ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തണ്ടൽ എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലിൽ പുതിയ മലയാളം മൂവീസിന്റെ എക്സ്പ്ലനേഷനിലായി ഇട്ടിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ സത്യ എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ റെയിൽവേ സ്റ്റേഷനിൽ മഴയത്തിരുന്ന് കരയുന്നതാണ്. അവൾ സ്നേഹിക്കുന്ന രാജു എന്ന പയ്യനെ ആലോചിച്ചിട്ടായിരുന്നു അവൾ അവിടെ ഇരുന്ന് കരയുന്നത്. അവളുടെ അച്ഛൻ വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ വീട്ടിലെത്തിയ ഉടനെ അവൾ അയാളോട് പറയുന്നുണ്ട് തനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും ഏതെങ്കിലും നല്ലൊരു ചെക്കനെ കൊണ്ടുവരാൻ. അവളത് പറയുന്നത് കേട്ടതും അയാളും ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അവൾ രാജുവിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവളെ കാണാൻ മുരളി എന്ന് പറയുന്ന ഒരാൾ വരുന്നു. അയാൾക്കാകട്ടെ അവളെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളും മറുത്തൊന്നും ചിന്തിക്കാതെ തനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയുന്നു. ഇത്രയും സുന്ദരിയായ പെൺകുട്ടി മറുത്തൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് അയാൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. പിറ്റേ ദിവസം അവളാകട്ടെ മുരളിയെ തനിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട് താൻ ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നുവെന്ന്. രാജു എന്നാണ് അവന്റെ പേര്. മറ്റൊരു പയ്യനെ സ്നേഹിച്ചിട്ട് പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞെന്ന് അയാൾ ചോദിക്കുന്നു. അത് കേട്ടതും അവൾ അവളുടെയും രാജുവിന്റെയും കഥ പറയുകയാണ്. അവരുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവർ ഈ നാട്ടിൽ നിന്നും ട്രെയിൻ കയറി ഗുജറാത്തിലേക്ക് പോകും. അവിടെയുള്ളൊരു സേട്ടിന്റെ അടുത്താണ് ഈ മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. രാജുവും ആ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ തുറമുഖത്ത് നിന്നും സേട്ടിന്റെ കപ്പലുമായിട്ട് ഇവർ കടലിലേക്ക് പോയി മീൻവേട്ട നടത്തും. ഒരു മാസത്തോളം ഇവർ കടലിൽ മീൻവേട്ടയിലായിരിക്കും. അതിനുശേഷം തിരിച്ചു വന്ന് ചരക്കെല്ലാം തന്നെ സേട്ടിനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും കടലിലേക്ക് പോകും. അങ്ങനെ ഏകദേശം 9 മാസത്തോളം അവർ ഗുജറാത്തിൽ തന്നെ ജോലി ചെയ്യും. ബാക്കിയുള്ള 3 മാസം മാത്രമാണ് അവർ ഈ നാട്ടിലേക്ക് വരുന്നത് തന്നെ. ഇവർ ഈ കടലിൽ മീൻവേട്ടയ്ക്ക് പോകുന്ന സമയത്തൊന്നും തന്നെ റേഞ്ച് ഉണ്ടാകില്ല. ഓരോ തവണ തുറമുഖത്തേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഇവർ ഫോൺ ചെയ്യുന്നത് തന്നെ. അങ്ങനെ രാജുവിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യയാണ് കാണിക്കുന്നത്. രാജു ആകട്ടെ റേഞ്ച് വരുന്നത് നോക്കി ബോട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ബോട്ടിനെ ആക്രമിക്കാൻ കുറച്ച് ഗുണ്ടകൾ വരുന്നു. ഇങ്ങനെ മീൻവേട്ട നടത്തിപ്പോന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ആ ചരക്കുകൾ തട്ടിയെടുക്കുന്നതായിരുന്നു ഈ ഗുണ്ടകളുടെ മെയിൻ പരിപാടി. ഒടുവിൽ സത്യയുടെയും രാജുവിന്റെ കോള് കണക്ട് ആയി അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഗുണ്ടകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകളെല്ലാം അടിച്ചു തുരത്തിക്കൊണ്ടാണ് അവൻ ഫോണിൽ സംസാരിക്കുന്നതും. സത്യയാകട്ടെ രാജു വരുന്നതും കാത്ത് 9 മാസം അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ബാക്കിയുള്ള 3 മാസം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് സ്വപ്നം കണ്ടാണ് അവൾ ഇത്രയും നീണ്ട കാത്തിരിപ്പ് തന്നെ നടത്തുന്നത്. അവർ പരസ്പരം അത്രയധികം പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും എണ്ണി എണ്ണി അവൾ കാത്തിരുന്ന് അവസാനം അവൻ വരുന്ന ദിവസമെത്തി. രാജു ഇവിടെ നിന്നും ജോലിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ് ഹൗസിൽ ഒരു റെഡ് ഫ്ലാഗ് കെട്ടുമായിരുന്നു. അവൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് അഴിക്കുകയും ചെയ്യും. ആ ഫ്ലാഗ് അവിടെ ഇല്ലെങ്കിൽ അതിനർത്ഥം അവൻ അവിടെ വന്നു എന്നാണ്. അങ്ങനെ രാജു നാട്ടിലെ ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ സത്യയെ കാണാൻ അവിടേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി ആ ഫ്ലാഗ് അഴിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണ വരുമ്പോഴും അവനെ എത്രത്തോളം മിസ് ചെയ്തു എന്ന് അവൾ പരിഭവം പറയാറുണ്ട്. രാജുവിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ അച്ഛൻ മരിച്ചുപോയതാണ്. നാട്ടിലുള്ള 3 മാസം അവൾ എപ്പോഴും രാജുവിന്റെ കൂടെ തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് പുറത്തു പോവുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യും. സേട്ടിന്റെ അടുത്ത് ജോലി ചെയ്ത് കിട്ടുന്ന കാശെല്ലാം തന്നെ നാട്ടിലെത്തി കഴിയുമ്പോൾ കുടുംബങ്ങൾക്കെല്ലാം വീതിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവർ ബാക്കിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അതിനിടയ്ക്ക് ഒരു ദിവസം സിദ്ധ ആകെ ദേഷ്യപ്പെട്ട് വന്ന് നിൽക്കുന്ന കണ്ടിട്ട് രാജു കാര്യം അന്വേഷിക്കുന്നു. അയാൾ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഇപ്പോൾ മണൽ വാരുന്ന ജോലിക്കാണ് പോകുന്നതെന്ന്. അവിടെ കുറച്ച് സംഘങ്ങൾ മണൽ വാരാൻ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ മണൽ വാരി നമ്മുടെ നാട് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. അത് തടയാൻ ഞാൻ ചെന്നപ്പോ അവർ എന്നെ മോശമായിട്ട് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന രാജു ആകട്ടെ അത് ചോദ്യം ചെയ്യാൻ ചെല്ലുന്നു. ആ മണൽവാരൽ മാഫിയകളുമായിട്ട് വലിയ അടി തന്നെയാണ് നടക്കുന്നത്. അവരെല്ലാം തടഞ്ഞ ശേഷം അവിടെയുള്ള ആൾക്കാരോടെല്ലാം തന്നെ ഇതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി രാജു പറഞ്ഞു മനസ്സിലാക്കുന്നു. ആ ഒരു പ്രശ്നത്തെ അത്ര നന്നായിട്ട് അവൻ സോൾവ് ചെയ്ത കണ്ടിട്ട് സിദ്ധ പറയുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത തണ്ടല് അവനാണെന്ന്. അതായത് അവരുടെ എല്ലാവരുടെയും നേതാവായിട്ട് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. ഇത്രയും കാലം സിദ്ധയായിരുന്നു അവരുടെ ആ തൊഴിലാളികളുടെ നേതാവ്. ഇനി മുതൽ അത് രാജുവായിരിക്കും. ഒരു നേതാവ് തങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും സംരക്ഷിക്കണം, അവരെ നേർവഴിക്ക് നടത്തണം. അങ്ങനെ ഒരു ദിവസം സത്യയാകട്ടെ അവളുടെ ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി വരുന്നു. അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ആകെ വിഷമത്തിലായിരുന്നു. എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് അത് നിനക്ക് മനസ്സിലാകില്ല എന്ന്. നീ രാജുവിനെ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ട് രാജു വീണ്ടും കടലിലേക്ക് പോകുമ്പോഴേ നിനക്ക് ആ വിഷമം മനസ്സിലാകൂ. അവരുടെ ഹസ്ബൻഡും ഇതുപോലെ 9 മാസത്തോളം കടലിലായിരുന്നു. വെറും 3 മാസം മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത്. അതൊക്കെ ഇരുന്ന് ആലോചിച്ചു കഴിയുമ്പോൾ സത്യയ്ക്കും വിഷമം തോന്നാൻ തുടങ്ങി. ഇപ്പൊ തന്നെ അവൾ എങ്ങനെയൊക്കെയാണ് സഹിച്ചു നിൽക്കുന്നത്. വിവാഹശേഷവും അവൻ ഇങ്ങനെ 9 മാസത്തോളം കടലിൽ തന്നെ ആയിരിക്കുമ്പോൾ താൻ എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിക്കുന്നു. അങ്ങനെ 3 മാസം കഴിയാറായി. പിറ്റേന്ന് രാവിലെ രാജു വീണ്ടും ഗുജറാത്തിലേക്ക് ട്രെയിൻ കയറും. അന്ന് രാത്രി മുഴുവൻ അവൾ രാജുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. ഇനി 9 മാസത്തോളം അവർക്ക് കാണാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് വിഷമമായിരുന്നു. അങ്ങനെ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ അവന്റെ ഷർട്ട് മാത്രം അവളുടെ അടുത്തുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിലേക്ക് നോക്കിയപ്പോൾ അവിടെ കൊടി കെട്ടിയിട്ടുണ്ട്. അതിനർത്ഥം അവൻ പോയി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവന്റെ ഫോൺ കോളിന് വേണ്ടിയിട്ട് അവൾ കാത്തിരുന്നു. റേഞ്ച് വരുമ്പോഴൊക്കെ അവൻ അവളെ ഫോൺ ചെയ്യാനും തുടങ്ങി. അതിനിടയ്ക്ക് മത്സ്യവേട്ടയ്ക്ക് പോയിരുന്ന അവളുടെ ഫ്രണ്ടിന്റെ സഹോദരൻ ബോട്ടപകടത്തിൽ മരിക്കുന്നു. അയാളുടെ ബോഡി എടുത്തുകൊണ്ട് വരുന്ന കണ്ടതും അവൾ പെട്ടെന്ന് പേടിക്കുന്നു. രാജുവും ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്നുള്ള പേടി കാരണം അവളുടെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ കടലിലുള്ളിടത്തോളം കാലം അവളുടെ ഉള്ളിലെ പേടി കൂടിക്കൊണ്ടേയിരിക്കും. അവൾ തന്റെ അച്ഛനോട് പോയി ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും കടൽ
കടലിൽ ജോലിക്ക് പോകുന്നു, അച്ഛൻ മാത്രം എന്താ പോകാത്തതെന്ന്. അങ്ങനെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് താനും ഇതേ ജോലിക്ക് തന്നെയായിരുന്നു പോയിരുന്നത്, രാജുവിന്റെ അച്ഛന്റെ കൂടെ താനും പോകാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ തിരിച്ചു വന്നപ്പോ നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നില്ല. നിന്റെ അമ്മ മരിച്ച വിവരം പോലും ഞാൻ അറിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത് അറിയുന്നത്, അതും ഈ കരയിൽ വന്നു കഴിഞ്ഞപ്പോൾ. അന്ന് രാജുവിന്റെ അമ്മയായിരുന്നു നിന്നെ നോക്കിയത് തന്നെ. അതിനുശേഷം നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങും പോയിട്ടില്ല. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ രാജുവിനെ പ്രണയിക്കുന്നതിൽ അച്ഛൻ എതിർക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിന്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഫോൺ ചെയ്യുമ്പോൾ അവൾ സങ്കടത്തോടു കൂടിയാണ് രാജുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നീ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു, എന്താണെങ്കിലും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് രാജു പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജു കരയിലേക്ക് തിരിച്ചെത്തി. അവൾ അവനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ജോലി വിട്ടേക്കാൻ, ഇനി നീ തിരിച്ചു പോകണ്ട എന്ന്. എന്നാൽ രാജു പറയുന്നുണ്ട് അതൊന്നും ശരിയാകില്ല എന്ന്. മാത്രമല്ല സേട്ടാകട്ടെ ലോഡിന്റെ കാശ് മുഴുവൻ ഒരുമിച്ച് തരില്ല. ഏകദേശം 7 മാസത്തെ കാശ് അയാൾ കുറേശ്ശെയായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റുമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവൾ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവിടെയുള്ള 3 മാസത്തോളം കാലം അവൾ അവനോട് സന്തോഷത്തോട് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എപ്പോഴും സങ്കടത്തോടെയാണ് ഇരുന്നിരുന്നത്. അവളെ പുറത്തു കൊണ്ടുപോയിട്ടും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടും ആഹാരം വാങ്ങിക്കൊടുത്തിട്ടും ഒന്നും തന്നെ അവളുടെ മനസ്സിൽ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മയെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നാൽ ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഒടുവിൽ അവളുടെ ഈ സങ്കടമെല്ലാം കണ്ടുകണ്ട് അവൻ അവസാനം അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന്. അതിനുശേഷമാണ് അവൾ സമാധാനത്തോടെ കിടക്കുന്നത്. അങ്ങനെ സാധാരണ രാജു തിരിച്ചു പോകേണ്ട ദിവസത്തിന്റെ തലേന്നെത്തി. പതിവ് പോലെ അവർ രണ്ടുപേരും ടെറസിന്റെ മുകളിൽ കിടക്കുകയാണ്. നീ എന്തായാലും നാളെ ഇനി തിരിച്ചു പോകില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മടിയിൽ തലചായ്ച്ച് സുഖമായിട്ട് അവൾ കിടന്നുറങ്ങുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു താൻ അവൾക്ക് വെറുതെയാണ് സത്യം ചെയ്തു കൊടുത്തതെന്ന്. തണ്ടലായിരിക്കുന്ന താൻ ഒരിക്കലും തന്റെ ആൾക്കാരെ കളഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അവരുടെ കൂടെ നേതാവായിട്ട് പോയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് അവൻ അവളോട് കള്ളം പറഞ്ഞതായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കം എഴുന്നേക്കുമ്പോൾ കാണുന്നത് പതിവ് പോലെ അവൻ ഷർട്ട് ഇട്ടിട്ട് പോയിരിക്കുന്നതാണ്. അത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. ലൈറ്റ് ഹൗസിലേക്ക് നോക്കുമ്പോൾ അവിടെ കൊടി കെട്ടിയിട്ടുണ്ട്. അതിനർത്ഥം അവൻ അവളുടെ വാക്ക് തെറ്റിച്ച് ഗുജറാത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. അത് സഹിക്കവയ്യാതെ അവൾ നേരെ സ്റ്റേഷനിലേക്ക് ഓടി. ട്രെയിൻ കയറാൻ നിൽക്കുന്ന അവന്റെ അടുത്ത് പോയിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നിനക്ക് നേതാവായിട്ട് അവരുടെ കൂടെ പോകാനാണോ അതോ എന്റെ കൂടെ ജീവിക്കാനാണോ ഇഷ്ടം, രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട് നീ എന്നെ സന്തോഷത്തോടെ യാത്ര ചെയ്യിക്കണം, ആ ആൾക്കാരിൽ എന്നെ വിശ്വസിച്ചാ വന്നിരിക്കുന്നത്, അവരെ തനിച്ചാക്കാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടതും അവൾ അവനോട് സംസാരിക്കാതെയായി. തന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് യാത്ര അയക്കാൻ അവൻ പലതവണ പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. അവന്റെ മുഖത്ത് പോലും നോക്കാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അവൾ. അവസാനം രാജു ട്രെയിനിൽ കയറിപ്പോയി. അവൾ അവിടെ തന്നെ ഇരുന്നു. ഈ ഒരു സീനാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. കടലിലേക്ക് പോയ ശേഷം റേഞ്ച് വന്നപ്പോഴെല്ലാം അവൻ ഫോൺ ചെയ്തെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. അവിടെയുള്ള പല ആൾക്കാരുടെ ഫോണിലും വിളിച്ചിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആരൊക്കെ നിർബന്ധിച്ചിട്ടും അവനോടുള്ള ദേഷ്യം കാരണം അവൾ സംസാരിക്കുന്നില്ല. അങ്ങനെ മാസങ്ങളോളം കടന്നുപോയി. അതിനുശേഷമാണ് അവൾ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുത്തത് തന്നെ. ഇതെല്ലാം കേട്ടുകൊണ്ട് മുരളി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോഴും അയാളെ പ്രണയിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ അവൾ പറയുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നതെല്ലാം അവസാനിപ്പിച്ചു, അവൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം, ഈ ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയണം, അതിനുശേഷം മാത്രമേ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കൂ. അതുകൊണ്ട് അവൻ തിരിച്ചു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് അവൾ പറയുന്നത്. അതിന് മുരളിക്ക് സമ്മതമായിരുന്നു. അതേസമയം കടലിൽ മീൻവേട്ടയ്ക്ക് പോയിരുന്ന രാജുവിനും സംഘത്തിനും വലിയൊരു അപകടം നേരിടേണ്ടി വരികയാണ്. ശക്തമായ കാറ്റും മഴയും കാരണം അവരുടെ ബോട്ട് ആടി ഉലയാൻ തുടങ്ങി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ പയ്യൻ ബോട്ടിൽ നിന്നും തെറിച്ചു വീഴാൻ പോയതും രാജുവായിരുന്നു അവനെ രക്ഷിച്ചത്. മാത്രമല്ല തന്റെ അടുത്തുണ്ടായിരുന്ന ബോട്ടുകളിൽ നിന്നെല്ലാം തന്നെ ആൾക്കാർ പുറത്തേക്ക് വീഴുമ്പം രാജു ഇറങ്ങി രക്ഷിക്കാൻ തുടങ്ങി. അങ്ങനൊരു നേതാവ് എന്താണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ രാജു ചെയ്ത് എല്ലാവരെയും രക്ഷിച്ച് സേഫ് ആയിട്ട് കിടത്തി. പക്ഷെ പിന്നീട് നാട്ടിലേക്ക് ഒരു കത്ത് വരുന്നതാണ് കാണിക്കുന്നത്. രാജുവിന്റെ അമ്മയ്ക്ക് വന്ന ആ കത്തിൽ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, രാജു ഉൾപ്പെടെ 22 പേരെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചുവെന്ന്. അതായത് ആ കാറ്റിലും മഴയത്തും അവരുടെ ബോട്ടാകട്ടെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തീവ്രവാദികളെന്ന് വിചാരിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. പാകിസ്ഥാനിൽ നിന്ന് അവരെല്ലാവരും ചേർന്ന് എഴുതിയ കത്തായിരുന്നു അത്. അത് കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ കുടുംബം മുഴുവൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണെന്നും ടെററിസ്റ്റുകളല്ലാന്നും പറഞ്ഞിട്ട് അവർ കോടതിയിൽ വാദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അറിയിപ്പുണ്ടാകുന്നിടം വരെ അവരെ ജയിലിൽ തന്നെ ഇടാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജയിലിൽ അവരെ കാത്തിരുന്നത് തീവ്രവാദികളായ ഒരുപാട് ആൾക്കാരായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞതോടുകൂടി അവരെല്ലാം തന്നെ ഇവരെ ഉപദ്രവിക്കാനും തുടങ്ങി. അതിലൊരു നേതാവാകട്ടെ അവരോട് തന്നെ സല്യൂട്ട് ചെയ്യാൻ പറയുന്നു. സല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർക്കാണോ നിങ്ങളുടെ ദേശീയഗാനം അറിയാവുന്നത് അത് പാടാൻ പറയുന്നു. ആ കൊച്ചുകുട്ടി അത് പാടാൻ ആരംഭിച്ചതും ഇന്ത്യ എന്ന് എഴുതിയ ശേഷം അയാൾ അതിലേക്ക് യൂറിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ മനഃപൂർവ്വം അത് പാടാൻ പറഞ്ഞത് തന്നെ. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കവയ്യാതെ രാജു ആകട്ടെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം തന്നെ കഴുകി കളയുകയാണ്. അവിടെ താമസിക്കുന്ന ഓരോ ദിവസവും അവർക്ക് ഇവരുടെ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. എന്നാൽ അതിനെല്ലാം എതിർത്തുകൊണ്ട് അവിടുത്തെ ജയിലർ വന്നിട്ട് ആ നേതാവിനോട് പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. എന്നിട്ട് രാജുവിനോടും സംഘത്തോടും മറ്റൊരിടത്തേക്ക് പോകാനും പറയുന്നു. രാജുവും സംഘവും ആ ജയിലറിനോട് തങ്ങൾ ടെററിസ്റ്റുകളല്ല എന്നും സാധാരണ മത്സ്യത്തൊഴിലാളികളാണെന്നും അറിയാതെ വന്ന് പെട്ടുപോയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നത് സത്യമാണെന്ന് തോന്നിയിട്ടാണ് അയാൾ നാട്ടിലേക്ക് കത്തെഴുതാൻ അനുവാദം കൊടുത്തത് തന്നെ. നാട്ടിൽ ഇവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ സത്യയുടെ കല്യാണം
കല്യാണ ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തുകയായിരുന്നു. മുരളിയും കുടുംബവും അത് സംസാരിക്കാൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. സത്യയുടെ മനസ്സിൽ ആകെ കൺഫ്യൂഷനായി. രാജു എപ്പോ തിരിച്ചു വരുമെന്നും അവനോട് സംസാരിച്ച ശേഷം എപ്പോ കല്യാണം നടത്തുമെന്നും ഒക്കെ അവൾ ആകെ കൺഫ്യൂഷനിലായി. മാത്രമല്ല രാജു ഇങ്ങനൊരു അവസരത്തിൽ പെട്ടുകിടക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി അവളുടെ ഉള്ളിലെ സ്നേഹം എല്ലാം തന്നെ തിരിച്ചു വരാനും തുടങ്ങി. നാട്ടിലെ അവരുടെ കുടുംബം എല്ലാം ചേർന്നിട്ട് പാകിസ്ഥാനിൽ പെട്ടുകിടക്കുന്ന തങ്ങളുടെ ആൾക്കാരെല്ലാം തന്നെ തങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരാണെന്നും മത്സ്യത്തൊഴിലാളികളാണെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഐഡീസ് എല്ലാം വെച്ചിട്ട് ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുകയും അതെല്ലാം തന്നെ ന്യൂസിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ലോക്കൽ പേപ്പറിൽ വന്ന ആ ഫോട്ടോസ് എല്ലാം തന്നെ വെട്ടിയെടുക്കുകയും ഇവരെല്ലാവരും ചേർന്നിട്ട് കത്തെഴുതിയിട്ട് ആ ഫോട്ടോസിന്റെ കൂടെ പാകിസ്ഥാനിൽ കിടക്കുന്ന രാജുവിനും ആൾക്കാർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സത്യം മാത്രം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താ അവള് മാത്രം ഒന്നും എഴുതാഞ്ഞെന്ന് രാജുവിനോട് എല്ലാവരും ചോദിക്കുമ്പോൾ അവൻ ആ പേപ്പർ എടുത്ത് നോക്കിയ ശേഷം പറയുന്നുണ്ട് അവളുടെ സ്നേഹം മുഴുവൻ ഒരു കണ്ണീരിന്റെ രൂപത്തിൽ ഇതിലുണ്ടെന്ന്. എഴുതാൻ വേണ്ടി പേനയെടുത്ത ശേഷം അവൾ ഒന്നും എഴുതാതെ കരയുകയായിരുന്നു. അവളുടെ കണ്ണീര് വീണിട്ട് ആ പേപ്പറിൽ ഒരു പാടുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആ പേപ്പർ കട്ടിങ്ങിൽ നിന്നും അവളുടെ ഫോട്ടോയും നോക്കി അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. 1-2 ദിവസം കഴിഞ്ഞപ്പോഴാകട്ടെ ഒരു ദിവസം രാത്രി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയെ കാണുവാനില്ല. അവിടെ എല്ലായിടത്തും അന്വേഷിച്ചപ്പോ അവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ജയിൽ പുള്ളികളാകട്ടെ ആ കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി സുന്നത്ത് നടത്തിയ കാരണം അവൻ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഇവിടെ എന്തെങ്കിലും എതിർപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ അവസ്ഥ ഇതുതന്നെയായിരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം നാട്ടില് ആൾക്കാരുടെ കയ്യിൽ കാശില്ലാതാകാൻ തുടങ്ങിയിരിക്കുന്നു. 9 മാസം ഇവരുടെ എല്ലാം തന്നെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയിട്ട് കൊണ്ടുകൊടുക്കുന്ന കാശിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരിങ്ങനെ ജയിലിൽ കിടക്കുന്ന കാരണം കാശൊന്നും തന്നെ കിട്ടുന്നില്ല. എല്ലാവരും പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സത്യക്ക് രാജു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ആ സേട്ട് കുറച്ചു മാസത്തെ കാശ് ഇവർക്ക് കൊടുക്കാനുണ്ട്. അത് പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഈ വീട്ടിലെ ആൾക്കാർ ആഹാരമെങ്കിലും കഴിച്ചു പോകും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് മുരളിയുടെ സഹായം തേടി സത്യയാകട്ടെ മുരളിയുടെ കൂടെ ഗുജറാത്തിലുള്ള സേട്ടിനെ കാണാൻ പോകുന്നു. എന്നാൽ അയാളാകട്ടെ ആ കാശ് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവൾ അവിടെ സമരം ഇരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ കാര്യം അന്വേഷിക്കുമ്പോൾ അവളാകട്ടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവളുടെ കൂടെ നിന്ന് സമരം ചെയ്യാൻ അവരും തയ്യാറായി. മറ്റു ബിസിനസ്സുകാരെല്ലാം വന്നിട്ട് ആ സേട്ടിനോട് വഴക്കുണ്ടാക്കുന്നു. എന്തിനാ വെറുതെ ഈ തൊഴിലാളികളെല്ലാം തന്നെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതെന്നും അവരുടെ പ്രശ്നം സോൾവ് ആക്കി വിടാനും. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ആ സേട്ടാകട്ടെ ആ കാശെല്ലാം തന്നെ സത്യക്ക് കൊടുക്കുന്നു. അവളത് കൊണ്ടുവന്ന് നാട്ടിലെല്ലാവർക്കും വിധിച്ചു കൊടുക്കുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ മാറി. ഈ കാര്യങ്ങളെല്ലാം തന്നെ കത്തിലൂടെ രാജുവും കൂട്ടരും അറിയുന്നുണ്ടായിരുന്നു. രാജു ഇല്ലാതിരുന്നിട്ട് പോലും അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സത്യ ഒരു നേതാവിനെ പോലെ നിന്ന് ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷം തോന്നി. സത്യ ആലോചിച്ച് രാജുവിനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. അതിനിടെ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച ശേഷം ഈ 22 പേരും മത്സ്യത്തൊഴിലാളികളാണെന്ന് മനസ്സിലായതോടുകൂടി ഇവരെ എല്ലാം തന്നെ വരുന്ന ആഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ആ വാർത്ത അറിഞ്ഞിട്ട് രാജുവും സംഘവും നാട്ടിലെ സത്യയും സംഘവും എല്ലാവരും ഹാപ്പി ആയിരുന്നു. രാജു തിരിച്ചു വരുന്നുണ്ടെങ്കിലും സത്യയാകട്ടെ അവനോട് ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഇവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അതേസമയം ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന പേപ്പർ ജഡ്ജി സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കോൾ അയാൾക്ക് വരുന്നു. ആ ഒരു മെസ്സേജ് ലഭിച്ചതും ജഡ്ജിയാകട്ടെ ആ ഒരു പേപ്പർ സൈൻ ചെയ്യാതെ എഴുന്നേറ്റ് പോവുകയാണ്. ഇത് കണ്ടിട്ട് രാജുവും സംഘവും എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവരെ റിലീസാക്കാനുള്ള പേപ്പർ ആയിരുന്നു അത്. അപ്പോഴാണ് ചാനലിലെങ്ങും തന്നെ ആ ഒരു വാർത്ത കാണിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കാരണം കശ്മീരിലും പാകിസ്ഥാനിലും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു റിലീസ് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതറിഞ്ഞതോടുകൂടി രാജുവും സംഘവും നാട്ടിലെ ആൾക്കാരും എല്ലാം തന്നെ ആകെ വിഷമത്തിലായി. അവർ ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴിക്ക് എല്ലാം തന്നെ സംഘർഷങ്ങൾ നടക്കുകയായിരുന്നു. പോലീസ് ബസ്സിലുള്ളത് ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വെറുതെ വിടില്ല. എങ്ങനെയോ അവരത് മനസ്സിലാക്കുകയും രാജുവിനെ സംഘത്തെയും ആക്രമിക്കാനും ആരംഭിച്ചു. രാജു എങ്ങനെയൊക്കെയോ അവരെ എല്ലാവരെയും തന്നെ രക്ഷിച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നു. ജയിലിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവർ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിക്കുകയാണ്. ഒന്നുകിൽ ആ ആൾക്കാരുടെ കൈകൊണ്ട് രാജുവും സംഘവും മരിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകാം. എന്നാൽ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് രാജുവും സംഘവും ആ ജയിലിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഒളിച്ചോടാൻ തങ്ങൾ തീവ്രവാദികളല്ല എന്നവർ പറയുന്നു. സംഭവങ്ങളെല്ലാം അറിഞ്ഞത് കാരണം സത്യയാകട്ടെ ഇനി ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ മിനിസ്റ്ററെ കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് മനസ്സിലാക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് സത്യ. അവൾ ഇത്തവണയും മുരളിയെയും തന്റെ സുഹൃത്തിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. സത്യ രാജുവിനെ കാണേണ്ട ആവശ്യം മുരളിക്കും ഉണ്ടായിരുന്നല്ലോ. രാജുവിനോട് അത് സംസാരിച്ച് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ അവൾ മുരളിയെ വിവാഹം കഴിക്കുകയുള്ളൂ. രാജുവിന് ജയിലിൽ വീണ്ടും ആ തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരികയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. സത്യയാകട്ടെ ഓരോ ദിവസവും ആ മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീടിന്റെ മുന്നിൽ നിന്നെങ്കിലും അവളെ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. മഴയെന്നോ വെയിലെന്നോ വകവയ്ക്കാതെ അവൾ അങ്ങനെ ദിവസവും പോയി നിൽക്കാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ കല്യാണ ദിവസം അടുത്തടുത്ത് വരികയാണ്. ഇനി വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വേറെ വഴിയില്ലാതെ അവൾ ആ മിനിസ്റ്ററിന്റെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് വിവാഹ വേഷത്തിൽ അവിടെ പോയി നിൽക്കുന്നു. അപ്പോഴവർ കാര്യം അന്വേഷിക്കുകയും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അവളെ സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ആ ആൾക്കാരെല്ലാം റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങി. അങ്ങനെ 22 ഇന്ത്യൻ പൗരന്മാരുടെയും ഐഡന്റിറ്റി എല്ലാം തന്നെ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം അവരെ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ബോർഡറിലേക്ക് വന്നു. ഓരോരുത്തരെയായിട്ട് പേര് വിളിച്ച് അവർ റിലീസ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന സത്യയാകട്ടെ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന്. എന്നാൽ അവളുടെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് രാജു ഇപ്പോൾ വരുമല്ലോ, നീ എന്താ കാണാൻ നിൽക്കാത്തതെന്ന്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഇവിടെ ഓരോരുത്തരെയും പേര് വിളിച്ച് മാറ്റി രാജുവിനെ മാറ്റി കഴിയുമ്പോൾ ലാസ്റ്റ് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരാൾ മാത്രം പാകിസ്ഥാൻ ബോർഡറിനുള്ളിൽ നിൽക്കുകയാണ്. അയാളുടെ പേര് ആ ലിസ്റ്റിൽ
ലിസ്റ്റിലില്ലായിരുന്നു. അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നുകൂടി ചെക്ക് ചെയ്തെങ്കിലും ആ ലിസ്റ്റിൽ അയാളുടെ പേരുണ്ടായിരുന്നില്ല. അയാളെ പുറത്തുവിടാതെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ രാജു പറയുന്നുണ്ട് അവനും കൂടെ ഇല്ലാതെ ഞങ്ങൾ ആരും പുറത്തേക്ക് പോകില്ല എന്ന്. എന്നാൽ ഇത് കണ്ട് സിദ്ധ പറയുന്നുണ്ട് അവൻ പിന്നെ വന്നോളും, നീ ഇപ്പൊ പോകാൻ. എന്നാൽ രാജു കേൾക്കുന്നില്ല. സത്യയുടെ മാരേജ് ഫിക്സ് ചെയ്ത കാര്യം കത്തിലൂടെ സിദ്ധ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ മാരേജ് ലെറ്റർ അയാളാകട്ടെ ഇതുവരെയും രാജുവിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ രാജുവിനെ അയാളെടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇപ്പൊ പോയില്ലെങ്കിൽ നിന്റെ സത്യം മറ്റാരെങ്കിലും വിവാഹം കഴിക്കുമെന്ന്. അത് കേട്ട് രാജു ആകെ തകർന്നു. എന്നാൽ പോലും തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വിട്ടിട്ട് പോകാൻ അവൻ തയ്യാറായില്ല. അവൻ ആ ബോർഡർ ചാടി അയാളുടെ കൂടെ തന്നെ പോയിരുന്ന് സമരം ചെയ്യാൻ ആരംഭിച്ചു. ഇവനില്ലാതെ ഞാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ബോർഡറിലുള്ള ആൾക്കാർ ഇന്ത്യൻ എംബസിയിൽ വിളിക്കുകയും അയാളുടെ ID വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. സമയം പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രാത്രി 12 മണിക്കുള്ളിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് റിലീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം 12 മണി ആകാറാകുമ്പോഴാണ് ആ ഓർഡർ കിട്ടുന്നതും ഇയാളുടെ ID വെരിഫൈ ചെയ്യുന്നതും. പക്ഷെ കറക്റ്റ് 12 മണി ആയി പോയിരുന്നു. ഇനി എങ്ങനെ പുറത്തേക്ക് ഇറക്കുമെന്ന് അവർക്ക് അറിയില്ല. എന്നാൽ ആ പാകിസ്ഥാനിലെ ജയിലർ പറയുന്നുണ്ട് ഓർഡറിൽ 11:55 റിലീസായി എന്ന് എഴുതിക്കൊള്ളാൻ. അവർ പോയിക്കോട്ടെ എന്ന്. അതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലായി രാജു ഒരാളെ പോലും വിട്ടുകൊടുക്കില്ല എന്നും ഒരു നേതാവെന്നും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നും. അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു. കല്യാണത്തിന്റെ അന്ന് രാവിലെയാണ് സത്യയും മുരളിയും നാട്ടിലേക്ക് ട്രെയിൻ ഇറങ്ങുന്നത്. സത്യയോട് മുരളി പറയുന്നുണ്ട് ഉച്ച കഴിയുമ്പോൾ നമ്മുടെ കല്യാണമാണ്, റെഡി അല്ലേ എന്ന് ചോദിക്കുന്നു. സത്യക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ മുരളി പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വിവാഹം നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം തന്നെയാണ് നടക്കേണ്ടത്. മാത്രമല്ല നിന്റെ രാജുവിനെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഓൾറെഡി തന്നെ മുരളി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് സത്യ അയാളോട് ഒരുപാട് നന്ദി പറയുന്നു. നന്ദിയൊന്നും വേണ്ട, എനിക്ക് ചെലവായ കാശെല്ലാം മാത്രം നീ തിരിച്ചു തന്നാ മതിയെന്ന്. അങ്ങനെ അവളാകട്ടെ ലൈറ്റ് ഹൗസിലേക്ക് നോക്കുമ്പോ അവിടെ ആ ചുവന്ന കൊടി ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവൻ അവിടെ ഉണ്ടെന്നാണ്. അവള് നേരെ അവിടേക്ക് ഓടി ചെല്ലുന്നു. ഇത്രയും ദിവസം മിണ്ടാതിരുന്നതിനെല്ലാം പകരമായിട്ട് നേരിൽ കണ്ടപ്പോ അവനോട് ഓരോ പരിഭവങ്ങൾ പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു മൂവി യഥാർത്ഥത്തിൽ നടന്ന ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്തതാണ്. 2018 ഈ സംഭവത്തിന് ആസ്പദമായിട്ട് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനിൽ പെട്ടുപോകുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരുപാട് മലയാളം മൂവീസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുവരെയും കാണാത്തവർ അതൊന്ന് പോയി കാണുക.